ഇതിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഈ സുമനസ്സുകളായ നാട്ടുകാർ സംഭാവന ചെയ്തതാണ്. ഈ നൂറുകണക്കിന് ആളുകളുടെ അധ്വാനം ഇതിനകത്തുണ്ട്. ഓൾ കേരള കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ അവർ സൗജന്യമായാണ് ഈ ബിരിയാണി വെച്ചു തന്നത്. ഇതാ നൂറുകണക്കിന് ആൾക്കാർ നമ്മുടെ പുറകെ കാണാം. ആളുകൾ ഇങ്ങനെ വണ്ടികളിൽ കൊണ്ട്, ഈ വണ്ടികളൊക്കെ സൗജന്യമായിട്ടാണ് ഓടുന്നത്. ഡ്രൈവർമാരെല്ലാം ഒന്നും പണം കൊടുക്കുന്നില്ല. ഈ സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് നടത്തുന്ന ബിരിയാണി ചന്ത് ചലഞ്ച് ദൈവാനുഗ്രഹത്താൽ ഒരു വലിയ വിജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. Jam June Hypermarket, exceeding expectations. പുത്തനങ്ങാടിയിൽ വിളമ്പിയ ചൂടുള്ള ബിരിയാണിയുടെ മണം മാത്രം മതി വയറും മനസ്സും ഒരുപോലെ നിറയാൻ. മെഗാ ബിരിയാണി ചലഞ്ച് നടത്തി നാടൊരുമിച്ചത് കുഞ്ഞിരാമൻ നായർ പുത്തനങ്ങാടിയിൽ സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലത്ത് പാലിയേറ്റീവിന് സ്വന്തം കെട്ടിടം എന്ന തന്റെ ഒരു സ്വപ്നം പൂവണിയിക്കാൻ വേണ്ടിയാണ്. അങ്ങാടിപ്പുറം പുത്തനങ്ങാടിയിൽ കുഞ്ഞിരാമൻ നായർ സൗജന്യമായി വിട്ടു നൽകിയ 23 സെന്റ് സ്ഥലത്ത് നടക്കുന്ന പാലിയേറ്റീവ് കെട്ടിട നിർമ്മാണത്തിന്റെ ധനശേഖരണാർത്ഥമാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത്. കെട്ടിട പണികൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും 1 വർഷം കൊണ്ട് തന്നെ പാലിയേറ്റീവ് കെട്ടിടത്തിന്റെ പണികൾ പൊതുജന പങ്കാളിത്തത്തോടുകൂടി മുഴുവനായും പൂർത്തീകരിക്കുവാനാണ് ലക്ഷ്യമിടുന്നതെന്ന് പാലിയേറ്റീവ് ഭാരവാഹികൾ പറഞ്ഞു. കാരണം നമുക്കറിയാം ചെറിയ ഫണ്ട് കൊണ്ടൊന്നും പാലിയേറ്റീവിന്റെ കെട്ടിടം മുന്നോട്ട് പോകില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആശയം മുന്നോട്ട് വെച്ചതും നമ്മൾ 10,000 കണക്കൂട്ടിട്ട് ആദ്യം ഇറങ്ങിയത്. പിന്നെ ഞങ്ങൾ ഒരു സ്റ്റാർട്ടിംഗ് എന്നുള്ള നിലക്ക് അത് 6,000-ലേക്ക് ചുരുക്കി. പക്ഷെ ഇപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ജനങ്ങൾ ഒന്നിച്ച് നിന്നോടുകൂടി അത് 7,000-ന്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങളെക്കൊണ്ട് കഴിയാത്തതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ പ്രാദേശികമായുള്ള ആളുകൾക്കുള്ളത് നമ്മൾ മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. എന്തായാലും എല്ലാവരും നമ്മളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല. അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിദ്യാലയങ്ങളിലെയും പങ്കാളിത്തത്തോടെയും നാട്ടുകാരും മറ്റു സന്നദ്ധ സംഘടനകളും വ്യാപാരികളും പങ്കെടുത്ത ബിരിയാണി ചലഞ്ച് നാടിന്റെ ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ്. ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ രോഗികളുടെ ഇടയിൽ ഏറ്റവും വലിയ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പാലിയേറ്റീവാണ് അങ്ങാടിപ്പുറം പാലിയേറ്റീവ്. അതിന്റെ ഭാരവാഹികളുടെ പ്രയത്നം മൂലം പൊതുജനങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ആളുകളെ കണ്ടെത്തി അവർക്ക് ഓർഡർ എടുത്തുകൊണ്ട് അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ ഏറ്റവും വലിയൊരു ബിരിയാണി ചലഞ്ചാണ് ഇന്ന് ഈ അങ്ങാടിപ്പുറം മേഖലയിൽ അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ഉടനീളം സ്ഥാപനങ്ങളിൽ നിന്ന് ഇവിടുത്തെ ഭാരവാഹികളുടെ പ്രയത്നം മൂലമാണ് ഇത് വിജയിപ്പിക്കാൻ കഴിഞ്ഞത്. ഇതുമൂലം വരുന്ന ഈ പണം സ്വരൂപിച്ചുകൊണ്ട് അതിന്റെ കെട്ടിടമടക്കമുള്ള കാര്യങ്ങൾക്ക് നമുക്ക് വലിയ ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ് ഈ പഞ്ചായത്തിൽ നടക്കാൻ പോകുന്നത്. 900 കിലോ അരിയും 150 കിലോ ചിക്കനും കൊണ്ടാണ് ഏകദേശം 6000 ബിരിയാണികൾ തയ്യാറാക്കിയത്. ബിരിയാണിക്ക് വേണ്ടി വന്ന എല്ലാ ചിലവുകളും വിവിധ സന്നദ്ധ സംഘടനകളും നാട്ടുകാരും യുവ കൂട്ടായ്മകളും വിദ്യാർത്ഥികളും ഏറ്റെടുക്കുകയായിരുന്നു. ഭക്ഷണം തയ്യാറാക്കുന്നതിനുള്ള പന്തൽ അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി സൗജന്യമായി നൽകി. ഇത്രയും കിലോ ബിരിയാണി സൗജന്യമായി പാകം ചെയ്തു നൽകിയത് കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് മങ്കട മണ്ഡലം കമ്മിറ്റി പ്രവർത്തകരാണ്. പാലിയേറ്റീവ് കെട്ടിട നിർമ്മാണ ചെയർമാൻ ബേബി വാത്താച്ചിറ, കൺവീനർ ചോലയിൽ കുഞ്ഞുമൊയ്തീൻ, ട്രഷറർ സേതു പാലിയേറ്റീവ, പ്രസിഡന്റ് കുര്യാക്കോസ്, സെക്രട്ടറി KT നൌഷാദ് അലി, ട്രഷറർ പ്രകാശ് മേനോൻ തുടങ്ങിയവരും നാട്ടുകാരും പുത്തനങ്ങാടി പാലിയേറ്റീവ് പ്രവർത്തകരുമാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്.